വിയറ്റ്നാമിലെ രസകരമായ കാഴ്ചകൾ കണ്ടു. രസകരമായ മാർക്കറ്റിലെല്ലാം പോയി. മാർക്കറ്റ് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ തുടങ്ങി അവസാനം നൈറ്റ് മാർക്കറ്റിൽ അവസാനിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ ഒരു പാളയം മാർക്കറ്റിൽ പോയി. അതെ, വിയറ്റ്നാമിലെ ചെറിയ പാളയം മാർക്കറ്റിൽ പോയി കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ സോസസും മേടിച്ചു. അങ്ങനെ ചോദിച്ച് കറക്റ്റായിട്ട് ലേ സാൻ താങ്ങിന്റെ വീട്ടിലെത്തി. രുചിയുടെ യാത്ര ഇന്ന് ഇവിടെ തുടങ്ങുന്നു. With me, Chef Anil Kumar. You're watching your favorite show, Kitchen Treasures, Tasty Travels. How are you? Xin chào. Xin mời vô nhà. Come on. Kitchen Treasures, Tasty Travels is in somebody's home. Yes, a real traditional Vietnamese home next to the paddy field. Ade, paddy field le poi, paddy ke kandu, and it is raining like crazy, raining cats and dogs. And I am with grandmother, grandfather, son, wife and son. Vietnamese family വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ വിയറ്റ്നാമീസ് ചായ കുടിക്കുന്നത് പതിവാണ്. ചായ വരുന്നത് ഗൾഫിലെ പോലെ തന്നെ ഗാവയിലെ കപ്പാണ്. സിൻചാവ് ഗാവ കപ്പാണെങ്കിലും നൈസ്. This actually keeps people healthy. Throughout the day, they drink this in Vietnam, whether with ice or maybe hot. Because they're welcoming, so they're giving me hot. Then we will have only this in cold form. Very nice. So, Xin chào. Mr. Sun, how are you doing? I think I need some translation here. My friend Lee is here. Lee, come here. Have a seat. Lee speaks English. Come here, Lee. So, what they produce here? Rice? Wow. God bless. Rice is the best food in the world. And long rice or short rice? Long rice? Okay. ലീത്താൻ സാങ്ങിൻ്റെ ഫാമിലി ഒരു മലയാളി ഫാമിലി പോലെ തന്നെ. കാണാൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവർക്ക് ഒരു ചൈനീസ് ലുക്കും നമുക്കൊരു മലയാളി ലുക്കും. ബാക്കിയെല്ലാം സെയിമാണ്. വീട്ടിൽ വൃദ്ധരായ അച്ഛനും അമ്മയും ചെറുപ്പക്കാരായ പിള്ളേർ, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒപ്പം വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ. അങ്ങനെ ഒരു മലയാളി കുടുംബത്തിൻ്റെ പ്രതീതി ഇവിടെ തന്നെ ഉണ്ട്. തലമുറകളാൽ ഇവരൊരു ഫാർമറാണ്. ദേ ഫാം ആക്ച്വലി റൈസ്, ലോങ് ഗ്രെയിൻ റൈസ്, വിച്ച് ഒബ്വിയസ്ലി ഈസ് ദ സീക്രട്ട് ഓഫ് ദെയർ ലോങ് ലൈഫ്, വിച്ച് ഐ ക്യാൻ സീ ഇൻ ദെയർ ഹെൽത്തി ഗ്രാൻഡ് പേരൻസ്. സാനിൻ്റെ അർത്ഥം റിച്ച് ആണ്. അതെ, റിച്ച് ബിക്കോസ് ഹി ഹാസ് ലോട്ട് ഓഫ് പാഡി ഫീൽഡ്സ്, റിച്ച് ബിക്കോസ് ഹി ഹാസ് ഇമോഷണൽ കണക്ട് വിത്ത് ഹിസ് ഗ്രാൻഡ് പേരൻസ് and his son. His wife is bringing me some hot lunch. I will have that. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പം എനിക്ക് ഊണ് കഴിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷൊക്കെ പറയാൻ തുടങ്ങും. I go to their kitchen. Come. വിയറ്റ്നാമിലെ കാഴ്ചകൾ തികച്ചും കേരളത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്നു. കാഴ്ചകൾ മാത്രമല്ല, ഇവിടെ ചുറ്റുപാടുമുള്ള കൃഷി സൗകര്യങ്ങളും ഉണ്ടാകുന്ന ഉൽപ്പാദനങ്ങൾ, അതായത് തെങ്ങ്, മാവ്, പ്ലാവ്, കോഴി, ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിൻ രീതി തന്നെയാണ്. ആൾക്കാർ സംസാരിക്കുന്നതും ഇടപഴകുന്നതും നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പോലെ തന്നെ. ഇതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരു നാട്ടിൽ വന്നതായിട്ട് തോന്നുന്നു പോലുമില്ല. പക്ഷേ ഒരു കാരണം, വിച്ച് ഈസ് ഡിഫറെൻറ്റ്
which makes Vietnam different from us. That is the food and the taste of their food. Wow, very nice. Look at that. Oh, very nice. Da. Fish, small fingerling fish, and there is prawns, and this is bird. This is small bird. What is this? Ask them. Okay, cái này gì vậy chị? Konju, podi konju, Không. podi mean. This one. Roast. Frog meat. Frog legs. അതായത് മനസ്സിലായല്ലോ, ഫ്രോഗ് എല്ലാ മലയാളിക്കും അറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവള. മഴ സമയത്ത് മഴ ഉണ്ടായി മഴ വന്നു എന്ന് പറയുന്നത് തവളയാണ്. ആ തവളയുടെ കാൽ, തവളക്കാല്, കൊച്ചുമീൻ, ചെമ്മീൻ, കുറച്ചുകൂടെ പൊടി ചെമ്മീൻ, ഇത്രയും സാധനമുണ്ട് ഇവിടെ. പ്ലസ് ദർ ഇസ് റൈസ്. ദിസ് റൈസ് ഇസ് ഫ്രം ദെയർ പാഡി ഫീൽഡ്സ്. ഓക്കെ, സോ നൈസ് റൈസ്. ഓ, സ്മെൽ നൈസ്. Very nice. Very nice. Very delicate and very tasty. Come on. Thank you. You also come. Have a seat, please. Lee, I need you to translate. What is this rice called? Cơm. Cái này gọi là gì chị? Cơm. Cơm. Okay. Cơm gà. In English it is, let's go. Come. ഞാനിവിടെ ഉച്ചയ്ക്ക് വരുമെന്നുള്ള കാര്യം ഇവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ ലഞ്ച് കഴിച്ചെങ്കിലും എനിക്ക് വേണ്ടി കുറച്ച് ലഞ്ച് ഒരുക്കി വെച്ചത്. അത് ഇവരുടേതായ ട്രഡീഷണൽ ലഞ്ച് തന്നെയാണ്. ചെറിയ ചെറിയ കുട്ടി കുട്ടി മീനുകൾ, വലിയ കാലുകൾ. കാലാരുടെ? ഫ്രോഗിൻ്റെ കാല്. അതെ, തവളക്കാല്, ചെറിയ മീൻ, പിന്നെ കുറേ ചോറ്, കുറച്ച് പച്ചിലകൾ, ഇങ്ങനെ സാമ്പാർ പോലെ കൂട്ടാനുണ്ടാക്കിയത്. ഇതെല്ലാം കൂടെ അടങ്ങിയതാണ് ഇവരുടെ കളർഫുൾ ലഞ്ച്. ഇവരുടെ ഭക്ഷണം അവരെങ്ങനെയാണ് കഴിക്കുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും, അതെനിക്ക് അവർ പറഞ്ഞു തന്നു. സോൾട്ട്, ലെമൺ ഗ്രാസ്, ചില്ലി, ഫിഷ് സോസ്. കറക്റ്റ്? Onion. Oh, very tasty. Your wife is cooking nice food. That's why you are very happy, huh? Cảm ơn. Rất là hạnh phúc. നല്ല രസമുണ്ട് ഇവരുടെ ഫുഡ്. മീൻ എന്തായാലും ഫാം ആയതുകൊണ്ട് മീനും കാണും, പിന്നെ കുറേ വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ റൈസ് അവരുടെ മെയിൻ സ്റ്റേ ആണ്. മലയാളികളെ പോലെ തന്നെ വിയറ്റ്നാമീസ് പീപ്പിൾ ഓൾസോ ഈറ്റ് ലോട്ട് ഓഫ് റൈസ്. പിന്നെ ചെറിയ മീൻ, കുട്ടി മീൻ, ചെമ്മീൻ, പിന്നെ തവളയുടെ കാല്, നടുക്കൊരു മുട്ട, നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലഞ്ച് ആയാലും ഡിന്നർ ആയാലും അവർ വലിച്ചു വാരി കഴിക്കാറില്ല. ബിക്കോസ് ഓൾ ഓഫ് ദം ലുക്ക് സ്ലിം ആൻഡ് ട്രിം ആൻഡ് ബ്യൂട്ടിഫുൾ. ബിക്കോസ് ദേ അറേഞ്ച് തിങ്സ് ബ്യൂട്ടിഫുള്ളി ആൻഡ് ഈറ്റ് ഇൻ ലെസ് ക്വാണ്ടിറ്റി ആൻഡ് ഡ്രിങ്ക് ലോട്ട് ഓഫ് സൂപ്പ്. ദാറ്റ്സ് വാട്ട് ഐ ആം സീയിങ് ഹിയർ. ഓക്കെ, കാണാൻ രസമുണ്ട്, കഴിക്കാൻ രസമുണ്ട്, നല്ല രുചിയുണ്ട്. അവരെന്താ ചെയ്യുന്ന റൈസിനകത്ത് കുറച്ച് ഈ സൂപ്പ് ഒഴിക്കും, അതിനെ കഞ്ഞിയാക്കി കുടിക്കും. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്. Please, eat. Tell them everybody to eat. Oh, look at the small fish. Heavily with bone. Lot of lemongrass. Very easy, huh? Easy, yes. Catch fish, eat. പുള്ളിക്കാരൻ്റെ ഭാര്യ സുന്ദരിയായതുകൊണ്ടും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത് കാരണവും പുള്ളിക്കാരൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്കേ പോകാറില്ല. ഇടയ്ക്കിടയ്ക്ക് പാഡി ഫീൽഡിൽ പോകും, പെട്ടെന്ന് ഓടി വരും, ഭക്ഷണം ഉണ്ടാക്കാൻ പറയും. So, beautiful house, beautiful people. Okay. Thank you. Thank you.
അങ്ങനെ വളരെ ടേസ്റ്റിയായ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റി, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കഴിക്കാൻ കിട്ടും. ജസ്റ്റ് മേക്ക് ഷുവർ ഫ്രോഗ് ലെഗ് ഈസ് ഡെഫിനറ്റ്ലി ഓൺ ദ മെനു. പിന്നെ ഇതെല്ലാം കഴിച്ച സ്ഥിതിക്ക് ഇനി എൻ്റെ ഊഴം. നിങ്ങൾ എൻ്റെ ഒപ്പമുണ്ടെങ്കിൽ എൻ്റെ ഊഴത്തിൽ ഞാൻ ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നല്ലോ, അതാണ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ കുറച്ചൊരു മധുരമുള്ള ഒരു ഫ്രൂട്ട് സാലഡും കൂടെ ഉണ്ടാക്കും. ഇവർ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഹെൽപ്പിന് വേണ്ടി ഇവരെല്ലാവരും സന്നദ്ധരാണ്. സോ വിച്ച് ഇസ് വെരി ഗുഡ്. കിച്ചൺ ട്രഷേഴ്സ് പ്രസൻസ് ടേസ്റ്റി ട്രാവൽസ്. ടേസ്റ്റി ട്രാവൽസ് നമ്മൾ നിൽക്കുന്നത് വിയറ്റ്നാമിലാണ്. വിയറ്റ്നാമിലെ കാന്ത് എന്ന് പറയുന്ന സിറ്റിയിലിരിക്കുന്ന ഒരു ഡിസ്റ്റൻറ്റ് റിമോട്ട് വില്ലേജ് ഫാമിലാണ്. ഫാം പാഡി ഫീൽഡെല്ലാം നമ്മൾ കണ്ടു. ഇപ്പോൾ ഇവരുടെ വീട്ടിൽ വെച്ച് ഞാൻ ലഞ്ച് കഴിച്ചു മിസ്സിസ് സാനിന് വേണ്ടി. കേട്ടാ, ഇവിടുത്തെ ഫാമേഴ്സ് നല്ല സ്മാർട്ട് ആയിരിക്കുന്നില്ലേ? യെസ്, ബിക്കോസ് ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. പിന്നെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ എന്താ പറഞ്ഞാൽ മസാല ഒന്നും ചേർക്കാറില്ല. പക്ഷേ അവർക്ക് മസാല ചേർത്ത് ഞാനൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് സൂപ്പ്. വെജിറ്റബിൾ മാർക്കറ്റിൽ ഞാൻ വാങ്ങിച്ച വൈറ്റ് പംകിൻ, യെല്ലോ പംകിൻ, ബീൻ സ്പ്രൗട്ട്, സ്പ്രിംഗ് ഓണിയൻ, തായ് ജിഞ്ചർ ആൻഡ് ചോപ്പ് ഗാർലിക്. പിന്നെ ഇവരുടെ തന്നെ വീട്ടിലെ ബാക്ക് യാർഡിലൊരു ഷ്രിം ഫാമുണ്ട്, അവിടെ നിന്നെടുത്ത കൊഞ്ച് പൊടി. പിന്നെ ലെമൺ ഗ്രാസ്, നാട്ടിൽ പഞ്ഞിപ്പുൽ എന്ന് പറയായിരിക്കും, ലെമൺ ഗ്രാസ് അവരുടെ ഗാർഡനിൽ തന്നെ പറിച്ചതാണ്. പിന്നെ എൻ്റെ അടുത്ത് മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടേമറിക് പൗഡർ, ബ്ലാക്ക് പെപ്പർ, സീ സോൾട്ട്, സോയ സോസ് ആൻഡ് കോക്കനട്ട് ക്രീം. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വിയറ്റ്നാമീസ് സാധനങ്ങൾ കൊണ്ട് ഇന്ത്യയിലേക്ക് പോകാം. അവരത് കഴിച്ച് ഹാപ്പി ആവോ ഇല്ലേ എന്ന് കാണാനായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ടേസ്റ്റി ട്രാവൽസ്. ഓക്കെ, ഗുഡ്. വിയറ്റ്നാം ആയിരുന്നാലും ഇന്ത്യ ആയിരുന്നാലും ദുബായ് ആയിരുന്നാലും കുക്കിംഗ് മോസ്റ്റ്ലി സ്റ്റാർട്ട്സ് വിത്ത് ഓയിൽ, സോയാബീൻ ഓയിൽ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് വിയറ്റ്നാമീസ് സാധനങ്ങൾ കൊണ്ട് ഒരു ഇന്ത്യൻ ടച്ചുള്ള സൂപ്പ്. അതെ, ഫോർ ദിസ് മലബാർ സ്റ്റൈൽ മൺസൂൺ in Vietnam, I think this soup will be amazing and robust drink. You will like it. Okay, this ready. Now I put ginger and garlic. Check. Look. Thử đi chị. Lại thử giống ổng. Good. Yeah. Okay. വിയറ്റ്നാമീസ് ആൾക്കാർക്ക് ഇംഗ്ലീഷിൻ്റെ നോളജ് കുറച്ച് കുറവാണ്. ദേ സ്പീക്ക് വിയറ്റ്നാമീസ് വെരി പ്രൗഡ്ലി. വിയറ്റ്നാമീസ് ലാംഗ്വേജ് ഈസ് ഓൾമോസ്റ്റ് 50 years old. ഓക്കെ, ഈ ജിഞ്ചർ ഗാർലിക് ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ ഡ്രൈ കൊഞ്ചാണ് അന്വേഷിച്ചുകൊണ്ട്, ഡ്രൈ കൊഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഐ ആം യൂസിങ് ഫ്രഷ് പ്രോൺസ് സ്മോൾ. Chị cứ nói đi, thơm quá hay gì đó. ഓക്കെ, Giờ bỏ bí vô. now I put some chilies. We can remove afterwards. Oh, you want to cook? Yeah, cook. I will put everything. Don't worry. Come here. Okay. Now I have an assistant on Tasty Travels. 2 assistants. One for language, one for cooking. Okay. Now when this pumpkin is soft and juicy, I think I should add the white pumpkin. White pumpkin, okay. Yeah. Tiếp tục xào đi. Yes. I can increase the fire a little bit, so maybe things will happen fast. Salt. Vietnamese people like too much salt, huh? Soya sauce, fish sauce, no? Yeah, a lot of sauce. Lot of salt. Now I'm going to put the turmeric powder. Turmeric powder from India. I see. You use it? No? No, we not Oh, use this use is- when we cook. It's yellow color. Nice. Good medicine also. Yes. Now, this is black pepper powder. Black pepper powder. This is from India. This is from Kerala in India. Okay. Now, let me see.
Ah, the vegetables are very, very nice and aromatic. Okay. Oh, my translator is going to get water. No problem. I have some water. ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വരണ്ട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാം. ഫയർ. ഞാൻ ഭക്ഷണം കുക്ക് ചെയ്തപ്പം നല്ല രസമായിരുന്നു. ബിക്കോസ് എൻ്റെ വാക്കുകൾ അവർക്ക് അറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് സഹായിച്ചു. പിന്നെ പാത്രത്തിൽ ഇളക്കാനും കുക്കിംഗ് സമയത്ത് സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ലേത്താൻ സാങ്ങിൻ്റെ വൈഫായിരുന്നു. നാട്ടിലെ കുരുമുളക്, മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്, ഈ മൂന്നും ഇട്ട് രുചി ഇവരുടെ മാറ്റാൻ പറ്റി എനിക്ക്. അപ്പോൾ അതൊക്കെ ഈ റെസിപ്പിയിൽ ഞാൻ വരുത്തിയ മാറ്റമാണ്. പംകിൻ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു നല്ല സൂപ്പ്. ഇവരുടെ തന്നെ വീട്ടിൽ കൊഞ്ചുപൊടി ഉണ്ടായിരുന്നു. ആ കൊഞ്ചുപൊടി നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ പംകിനും കൊഞ്ചുപൊടി ഉണക്കിയതും കൂടെ ചേർത്താണ് ഉണ്ടാക്കാറുള്ളത്. ഇത് ഫ്രഷ് ചെറിയ കൊഞ്ചുകൾ ഇട്ട് ഞാനൊരു സൂപ്പ് ഉണ്ടാക്കി. I hope they like it because it's got some Kerala spice in it. What is she saying? She want to put the sugar. Sugar. Thank you very much. Go bring sugar. Okay, I will take it for you. She will bring sugar. റെസിപ്പിയിൽ ഒരു ട്വിസ്റ്റ്. പുള്ളിക്കാരത്തി കുറേ നേരമായിട്ട് സംസാരിച്ചില്ല. അവസാനം ഒരു കാര്യം പറഞ്ഞു, ഇതിനകത്ത് കുറച്ച് ഷുഗർ ഇടണമെന്ന്. അതായത് പുളിപ്പ് ബാലൻസ് ചെയ്യാനും ഉപ്പ് ബാലൻസ് ചെയ്യാനും കുറച്ച് ഷുഗർ. വിയറ്റ്നാമീസ് പീപ്പിൾ യൂസ് ലിറ്റിൽ ഷുഗർ to balance the salt and sourness. I like this idea. Very good, thank you. You got sugar? Okay. Oh, more? No. Okay, very nice. Now the soup is almost ready. What we do is the final flavoring is lemongrass. Yeah. I just break lemongrass and put it. Now I put coconut milk. I cook you. Let me check the taste. The color is red now. I have the final crunchy ingredients, which is some scallion and some bean sprout. Okay? Yeah? Look in the camera and tell everybody how tasty is the Chị soup. nhìn vô camera. Like this or like this? Number one. Better than this. Very good. Okay. She said that it's so spicy. It is spicy? Yeah. Yeah, okay. So she can squeeze more lime. Ăn thử. Welcome. Đi tới giờ. Good. Yeah? Oh, that is very good. Okay, everybody drink soup. Wow. Nice. Very delicious. No. Very delicious? Okay. I can eat spicy. Spicy but delicious. Good for this climate. Now we have had a spicy soup which is delicious. We will have a delicious fruit chaat. I don't think you know chaat? No. 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 You know chaat? You know chaat? No. I know chaat. So I'm going to have Thai fruits come here and we make a fruit chaat. Kitchen Treasures Tasty Travel. Second segment. Segments of fruits are here. That's why I said second segment. I have watermelon, I have longan, I have dragon fruit, I have grapefruit, I have sweet lime, I have what is that? Pomelo. Pomelo. I have pineapple, I have mangosteen, I have rambutan. Now I'm going to use all this and make a fruit chaat. First, I'm going to have some dragon fruit. I just leave a little bit of red so that they look nice. They look nice, no? Yeah, very nice. Very The nice. color The white color is and very nice. green, So, yeah. orange, sweet lime. Just little bit of sweet lime. Now we use watermelon.
ഫ്രൂട്ടിൻ്റെ കാര്യത്തിൽ വിയറ്റ്നാം ഈസ് ലൈക്ക് തായ്ലൻഡ്. നല്ല മധുരമുള്ള കളർഫുള്ളായ ഫ്രൂട്ട്സാണ് ഇവിടെ ഉള്ളത്. ആ ഫ്രൂട്ട്സ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർ എന്തായാലും ഫ്രൂട്ട് സലാഡ് കഴിക്കാത്ത കൺട്രി ഇല്ല. ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്നത് എന്താണ്? കന്നാ പിന്നെ അന്ന് ഫ്രൂട്ട്സ് എല്ലാം കൂടെ കട്ട് ചെയ്ത് ഒരു ബോളിൽ ഇട്ട് കഴിഞ്ഞാൽ ഫ്രൂട്ട് സലാഡായി. പക്ഷേ അതിൻ്റെ ഡ്രസ്സിങ് അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന ഒരു സ്പൈസ് അതായിരിക്കും അതിനെ വ്യത്യസ്തമാക്കുന്നത് ഫ്രം ഈച്ച് കൺട്രി. സോ വി ഇൻ ഇന്ത്യ വി മേക്ക് ഫ്രൂട്ട് ചാട്ട്. അതാണ് നമ്മുടെ സാലഡ്. ചാട്ട് മസാല ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് റോക്ക് സോൾട്ട് ആൻഡ് ഡ്രൈ മാംഗോ പൗഡർ ആൻഡ് Chỉ có nghĩa là làm từ muối. and cumin powder. Yeah. You know cumin powder? No. Mình bỏ đồ ra trong No, lime juice. Okay. Now this chaat is ready. It's ready to eat. Now you put it like this. This is Indian style of fruits. And toss. Are you ready to eat? Ask her. Ask Mrs. Sun. Chị sẵn sàng đang chưa? Sang sang that. Sẵn sàng chưa? Are you ready? Are you ready? Chị chứ. Thank you. You did a good job doing translation. Come closer and eat. And taste and tell me. Eat. Yes. And look in the camera here. How is it? 1, 2, up. Ask her. Ăn sao chị? Good. Very Okay. nice. Mr. Sun. Very nice. Yeah. Can you look at the camera and say very nice? I want to go to India with me. For sure if you take me. I will take you. Khalas, she likes chat. You are going India. You are also going India? Free ticket. If you say good. Taste, Đi Ấn taste. Độ không chị? Tell her to Miễn say phí something. nhé. Dạ. Nói gì đi? How is it? Ngon. Hmm? Ngon. Oh. Ngon mean delicious. Delicious. Dạ. Yes! Finally. So, if you say this is Dạ. final. Thank you. കുറച്ച് എരിവുള്ള ഒരു സൂപ്പ് ഉണ്ടാക്കി, കുറച്ച് മധുരവും കുറച്ച് പുളിയും കുറച്ച് രസവും. രസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫ്രൂട്ട് ചാട്ടിലെ ഇൻഗ്രീഡിയൻസിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഡ്രൈ മാംഗോ പൗഡർ, ബ്ലാക്ക് സോൾട്ട്, ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഒരു ചട്പട്ട സ്വാദാണ് വരുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ രുചിയുള്ള ഈ ഫ്രൂട്ട് ചാട്ടും പിന്നെ ഫ്രഷ് ആൻഡ് ക്രിസ്പ് പെപ്പറി സൂപ്പും ഇതെല്ലാം ഞാനിവിടെ ഉണ്ടാക്കി. ലേതാൻ സെങ്ങിൻ്റെ ഫാമിലി മെമ്പേഴ്സും എന്നോടൊപ്പം വഴിയിൽ പരിചയപ്പെട്ട ഫ്രണ്ട്സും വഴി കാണിച്ചു തന്ന ഫ്രണ്ട്സും ചോദിച്ച് വരാനായിട്ട് സഹായിച്ച ഫ്രണ്ട്സും എല്ലാവരും കൂടെ തന്നെ ഈ സൂപ്പും ഫ്രൂട്ട് ചാട്ടെല്ലാം കഴിച്ച് ഇറ്റ് വാസ് റിയലി നൈസ്. ഐ എം വെരി താങ്ക്ഫുൾ. ഐ എം താങ്ക്ഫുൾ ടു ദ പീപ്പിൾ ബിക്കോസ് ദെയർ കൾച്ചർ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ആസ്, വെരി ഹോസ്പിറ്റാലിറ്റി ഓറിയൻറ്റഡ്. അവർക്ക് അതിഥി ദേവോ ഭവ എന്നുള്ള കാര്യം സംസ്കൃതത്തിൽ അറിഞ്ഞുകൂടെങ്കിലും അവരുടെ ഭാഷയിലെങ്കിലും അറിയാം. ഐ ക്യാൻ സീ ഇറ്റ് ഇൻ ദെയർ ഫേസസ്, ഐ ക്യാൻ ടേസ്റ്റ് ഇറ്റ് ഇൻ ദെയർ ഫുഡ്. ഞാൻ ഈ ഗ്രാമത്തിലെ ആൾക്കാരോടും ഈ ഗ്രാമത്തോടും വിട പറയാൻ പോവുകയാണ്. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.